ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാണെന്നിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇടത്തേക്ക് പോകുന്നൊരു മംഗലാപുരത്തേക്കാണ്. മംഗലാഴ്ച ഉള്ളാളം, മംഗലാപുരം, കാസർഗോഡ് ഈ 3 സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. ചെറിയൊരു കല്യാണ വീഡിയോ ആണ്, കല്യാണ ബ്ലോഗാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തൊക്കെയാണ് കേട്ടോ. നമ്മൾ കണ്ണവരെ എത്തി കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. നിഷാദിന് മദ്രസ ഉണ്ട്, ലീവാക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അധികം ലീവാക്കിയിട്ട് തന്നെ കേട്ടോ ഓനൊന്നിച്ച് വരുത്ത്. സിനുവിന് അങ്ങനെ വലിയ ഇഷ്ടമല്ല, പിന്നെ വരത്ത് കുറവാണ്. നിഷാദ് എപ്പോഴും വരുന്നതാണ്. പക്ഷേ മംഗലാപുരത്താണ് കേട്ടോ ജോലി ചെയ്യുന്നത്. ഞാൻ കുമ്പള റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും. ട്രെയിനിന് എത്തി കേട്ടോ. അപ്പോൾ ഞാൻ ട്രെയിനിന് കയറ്റി വിട്ടതിന് ശേഷമാണ് കേട്ടോ സിനാൻ പോയത്. അപ്പം നമ്മൾ പിന്നെ നമ്മളെന്ന് പറയുന്നത് ഞാൻ കാസർഗോഡ് കുമ്പളയാണ് കേട്ടോ ഇറങ്ങുന്നത്. അവിടത്തേക്ക് ഷാ വരുന്നു പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പം അവിടുന്ന് നേരെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയി. അനിയത്തിയുടെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം കല്യാണ വീട്ടിലേക്ക് കേട്ടോ. ഉള്ളാളാണ്, കുമ്പളിൽ നിന്ന് കുറച്ചേ പോകാനുള്ളൂ. ഉള്ളാളം പള്ളീൻ്റെ അടുത്താണ് കേട്ടോ റിസോർട്ടിൽ. എന്ന് മൈലാഞ്ചിയാണ് കേട്ടോ. ഇന്ന് മൈലാഞ്ചിക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നാളെയാണ് കല്യാണം. ഫാമിലി കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട്, ഇനി കുറച്ച് പേര് എത്താനുണ്ട്. നമ്മൾ പോകുമ്പോഴത്തേക്കും എല്ലാവരും ചോറ് വെപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്യാണം ആയിരുന്നറിയോ, ഷാമിൻ്റെ കാക്കാൻ്റെ പിന്നെ വൈഫിൻ്റെ ആങ്ങളൻ്റെ മോളെ കല്യാണം കേട്ടോ. അങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി പെണ്ണിനെയൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ അവളെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അതിനുശേഷം ഞാൻ വീണ്ടും ഉള്ളിൽ കയറി കേട്ടോ. ചെറിയ വീടൊന്നുമല്ല, കുറച്ച് വലിയ വീടാണ് കേട്ടോ. ഇവർ കല്യാണത്തിന് വേണ്ടിക്ക് എടുത്തതാണ്. അപ്പോൾ മൈലാഞ്ചി ഇവിടെ, പിന്നെ കല്യാണം ഹോളിലുമാണ് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ വീടിൻ്റെ ഹോം ടൂർ പോലെ ഞാൻ കാണിക്കുന്നത് വെച്ചാൽ വിചാരിക്കും ഹോം ടൂറാന്നല്ലേ. ഞാൻ ഹോം ടൂറായിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. മുകളിൽ കയറാൻ ഏണിയൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ മരത്തിൻ്റെ, നമ്മളെല്ലാം എൻ്റെ വീട്ടിലൊക്കെ മരത്തിൻ്റെ ഒക്കെ ഏണിയാണ് കേട്ടോ. അതേപോലത്തെ ഏണിയൊക്കെയാണ്. ഇത് കിച്ചണാണ് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, നല്ല സ്ഥലമുണ്ട് എല്ലായിടത്തും. അങ്ങനെ ഇത് റിസോർട്ട് ഇവർ എടുത്തതാണ്, കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അങ്ങനെ ഇതാണ് കേട്ടോ ഏണി. എൻ്റെ വീട്ടിൽ ഇതുപോലെ മച്ചിൻ്റെ ഏണിയാണ് കേട്ടോ, മരത്തിൻ്റെ ഏണിയാണ്. മച്ചിൻ്റെ മുകളിൽ കയറണമെങ്കിൽ. പിന്നെ അങ്ങനെ ഓരോരാൾ വന്നുകൊണ്ടുണ്ട്, ഓരോരാൾ പരിചയപ്പെടുത്തുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ശേഷം നമ്മൾ പറഞ്ഞു നമുക്ക് ചോറ് കഴിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചോറ് കഴിച്ചു കേട്ടോ. ചോറ് കഴിച്ചും അത്ര ബിരിയാണി എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ പച്ചക്കറിയും ചോറും കഴിക്കാമെന്ന് പറഞ്ഞു. പൊറോട്ട ഉണ്ടായിരുന്നു, ചോറും പിന്നെ അതുപോലെ തന്നെ അച്ചാറ്, കടലക്കറി, സാമ്പാർ കറി, ഗോബി മഞ്ചൂരി, പിന്നെ അതെല്ലാം കഴിച്ചു. പിന്നെ ജിലേബിയും പിന്നെ അതുപോലെ തന്നെ ലെമൺ ടീയും ഉണ്ടായിരുന്നു. അങ്ങനെ ലെമൺ ടീ എടുത്തു, ജിലേബി എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഷ്യാമിൻ്റെ കാക്കാൻ്റെ വൈഫ്. അപ്പോൾ അവരെ ഏട്ടത്തി അനിയത്തിനൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ. നമ്മളെ നാട്ടിലെ ഏട്ടത്തിനെ പറയും, ഇവിടെ നിന്ന് ഇളയുള്ള മൂത്തോള് അങ്ങനെയൊക്കെയാണ് കേട്ടോ അവർ അങ്ങനെ പറയല്. ഷ്യാമിൻ്റെ ഉപ്പാൻ്റെ ഏട്ടത്തിൻ്റെ ഒക്കെ മക്കളാണ്. പിന്നെ പെങ്ങളെ മക്കൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ പെങ്ങളെ മോളാണ് കേട്ടോ ഇത്, ഉപ്പാൻ്റെ പെങ്ങളെ മോള്. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ, ഇവൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. സൂപ്പർ സൂപ്പറായല്ലേ, സൂപ്പറാണ്. ആ ഫാത്തിമ പല്ലില്ലല്ലേ, പല്ല് പോയല്ലേ. ഫാമിലി എല്ലാവരും വന്നു കേട്ടോ. എന്താ വെച്ചാൽ ഇങ്ങനെ പരിപാടിക്കൊക്കെ പോകുമ്പോഴാണ് കേട്ടോ ഷ്യാമിൻ്റെ ഫാമിലിനെയൊക്കെ കാണാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഒരാളെ വീട്ടിലോ അല്ലെങ്കിൽ രണ്ടാളെ വീട്ടിലോ അങ്ങനെയൊക്കെ 2-3 വീട്ടിൽ പോയാലും എല്ലാവരും വീട്ടിൽ നമ്മൾ പോകുന്നില്ലല്ലോ. അങ്ങനത്തെ പരിപാടിക്ക് പോയാലാണ് കേട്ടോ ഷ്യാമിൻ്റെ ഫാമിലിനൊക്കെ എല്ലാവരും ഒന്നിച്ച് കാണാൻ പറ്റുക. കല്യാണത്തിന് കുറച്ച് പേരൊക്കെ പോയി, ബാക്കിയുള്ളവരോട് ചർച്ചയിലുണ്ട് എത്ര കേട്ടോ. ഈ ബ്ലാക്ക് ചെക്ക് ഷർട്ട് കേട്ടോ എനിക്ക് കല്യാണം നോക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പെണ്ണുണ്ടോ, കല്യാണം കഴിക്കുന്നില്ല, എന്തൊക്കെയോ ഇവരോടും ഒരു മോനോടും പറയാം, നീ എപ്പോൾ കല്യാണം കഴിക്കില്ല, നിൻ്റെ കല്യാണത്തിന് എപ്പോൾ കൂടാൻ പറ്റുമെന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും പോകാൻ ഇറങ്ങി കേട്ടോ. Like and subscribe to my channel.
എല്ലാം ഇടേ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കാണ്. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ആ റോഡ് അപ്പുറത്ത് കാണുന്നത് കല്യാണീന്ന് വീടും ഇപ്പുറത്ത് ഉള്ളാളത്തേക്ക് പോകുന്ന റോഡ് കേട്ടോ. ശരിക്കും ഉള്ളാളത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇവിടെ നടന്നിട്ട് പോയി വീണ്ടും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഷാ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പോകാൻ ലേറ്റായില്ലേ, അപ്പോൾ നാളെ പോവാം, ഇന്ന് പോകണ്ടെന്നാണ് കേട്ടോ പള്ളിയിലേക്ക്. അങ്ങനെ അവരൊക്കെ ബസ്സിന് പോയി. ഞങ്ങളും ഓട്ടോക്ക് പോയിട്ട് അവിടുന്ന് തെക്കോട്ട് ഇറങ്ങി തെക്കോട്ടുനിന്ന് ബസ്സിന് പോകണം കേട്ടോ. അപ്പോൾ ഫൗസി മോളുണ്ടായിരുന്നു ഒന്നിച്ച്. പിന്നെ ഞങ്ങൾ കാസർഗോഡേക്ക് തന്നെ തിരിച്ച് പോവാണ് കേട്ടോ അനിയത്തിയുടെ വീട്ടിലേക്ക്. എല്ലാവരും ഷാമൻ്റെ അവിടേക്ക് പോവാം, ജപ്പിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ പോയിട്ടില്ല. ഞങ്ങൾ കാസർഗോഡേക്ക് പോവാണ്. അപ്പോൾ ട്രെയിനിന് ടി ടി വരുന്ന പോലെയാണ് കേട്ടോ ഈ ബസ്സിന് ടി ടി വന്ന് രണ്ടാളാട്ടോ ഉണ്ടായത് ചെക്ക് ചെയ്യാൻ വേണ്ടിക്ക് ടിക്കറ്റ് എടുത്തിനൊക്കെ. അത് നമ്മൾ കുമ്പളയിലെത്തി കേട്ടോ. പിന്നെ കുറച്ച് സ്നാക്സും ഫ്രൂട്ട്സൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട്സ് ബത്തക്ക കേട്ടോ. അങ്ങനെ ബത്തക്ക മേടിച്ചു. വീട്ടിലേക്കല്ലേ സ്നാക്സൊക്കെ മേടിച്ചിട്ട് പോവാണ്. അവർ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് പോകാൻ. പക്ഷേ ഡ്രസ്സൊക്കെ ഞാൻ അനിയത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ മൈലാഞ്ചിക്ക് പോയത്. പിന്നെ നാളെ പോകുമ്പോഴാണ് ഡ്രസ്സൊക്കെ ഇടല്ലേ, പിന്നെ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആദ്യം അങ്ങോട്ടേക്ക് പോക്ക് റിസ്ക് അല്ലേ. അതുകൊണ്ട് ഞാൻ നേരെ കാസർഗോഡേക്ക് തന്നെ കുമ്പളിയിലേക്ക് തന്നെ വന്നു. നിഷാദിനൊരു ചെരുപ്പ് എടുക്കാൻ വേണ്ടിക്ക് കയറിയതാണ് കേട്ടോ. പക്ഷെ ഇവിടെ നിന്നൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. നാളെ എടുക്കാമെന്ന് വിചാരിച്ച് അവിടെ നമ്മൾ ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് നേരെ അനിയത്തിൻ്റെ വീട്ടിൽ. അപ്പോൾ പിറ്റേന്ന് രാവിലെ കല്യാണത്തിൻ്റെ വീട്ടിലേക്ക് പോകണം. അത് ഹോളിലാണ് കേട്ടോ. അത് കുറച്ച് പോകാനുണ്ട്, മംഗലാപുരം കുറച്ച് പോകാനുണ്ട് കേട്ടോ. അവിടെയൊക്കെ പോയിട്ട് അതൊരു വേറൊരു വീഡിയോ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോ ഒന്നിച്ചിട്ട് കുറച്ച് ലെങ്ത്താവും. അപ്പോൾ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ആയിട്ട് ഇരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.